നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. അവന് ഇഷ്ടമുള്ളത് പറയട്ടെ, പക്ഷെ കളി കഴിയുമ്പോൾ ഞങ്ങളായിരിക്കും വിജയിക്കുക. ഇബ്രാഹിമ കൊനാട്ടയുടെ പ്രതികരണമാണ്. ലമീൻ യമാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഫ്രാൻസ് പേടിക്കേണ്ടത് ഞങ്ങളെയാണ്. ഫ്രാൻസ് ആരെങ്കിലും പേടിക്കണമെങ്കിൽ ഞങ്ങളെ പേടിക്കണം. കഴിഞ്ഞ 2 കളികളിലും ഞങ്ങൾ അവരെ തോൽപ്പിച്ചതാണ്. അവർ തുടർച്ചയായി 3-ാം വേൾഡ് കപ്പിൻ്റെ ഫൈനലിലേക്ക് പോകുമോ എന്നുള്ളതല്ല, അവരെ ഞങ്ങൾ തുടർച്ചയായി 3-ാം കളിയിലും തോൽപ്പിക്കുമോ എന്നതാണ് ചോദ്യം എന്നൊക്കെ ലമീൻ യമാൽ പറഞ്ഞിരുന്നു. ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇബ്രാഹിമ കൊനാട്ടയോട് മാധ്യമങ്ങൾ അത് ചോദിച്ചു, എന്താണ് മറുപടി? അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയാണ്. ഞാൻ വളരെ സത്യസന്ധമായി പറയട്ടെ, ഇങ്ങനെ ഓരോരുത്തർ പറയുന്നതിന് ഞങ്ങൾ ശ്രദ്ധ കൊടുക്കുന്നില്ല. കളിയെക്കുറിച്ച് ഓരോരുത്തർ ഓരോന്ന് പറയും. ഞങ്ങൾക്ക് ആരെയും ഭയക്കേണ്ട കാര്യമില്ല. പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു വിനയം കീപ്പ് ചെയ്യുക. നമ്മൾ ഈ ടൂർണമെൻ്റ് തുടക്കം മുതൽ അങ്ങനെയാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഇത്തരത്തിലുള്ള കെണികളിൽ, ട്രാപ്പുകളിൽ വീഴാതിരിക്കുക, അതും ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു സമയത്ത്. അയാൾക്ക് വേണ്ടതൊക്കെ അയാൾ പറയട്ടെ. ഹി ക്യാൻ സേ വാട്ട് എവർ ഹി വോണ്ട്സ്. അയാൾക്ക് വേണ്ടതൊക്കെ അയാൾക്ക് പറയാം. പക്ഷേ ഞങ്ങൾ ഈ മാച്ചിന് ബെസ്റ്റ് പോസിബിൾ വേയിൽ പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ്. ഞാൻ വിശ്വസിക്കുന്നത് കളി കഴിയുമ്പോൾ റിസൾട്ട് ഞങ്ങൾക്ക് അനുകൂലമായിരിക്കും, ഞങ്ങൾ വിജയിക്കുമെന്നാണ് എന്നുകൂടി ഇപ്പോൾ ഇബ്രാഹിമ കൊനാട്ടെ പറയുന്നു. അതോടൊപ്പം തന്നെ സ്പെയിൻ എന്ന് പറഞ്ഞാൽ യമാൽ മാത്രമല്ല, യമാലിനെ മാത്രം അല്ല തടയേണ്ടത്, ടീമിനെ മൊത്തത്തിലാണ് തടയേണ്ടത്. യമാലിൽ ഫോക്കസ് ചെയ്ത് നിൽക്കേണ്ട കാര്യമില്ല എന്നുകൂടി കൊനാട്ടെ പറയുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോകാം. ടു ബി ഓണസ്റ്റ്, ഞങ്ങൾ അങ്ങനെ ഒരു പ്രത്യേക താരത്തെക്കുറിച്ച് മാത്രമായിട്ട് ചിന്തിക്കുന്നില്ല. സ്പെയിൻ ഒരു എക്സെപ്ഷണൽ ടീമാണ്. ഒരുപാട് ഇൻക്രെഡിബിൾ ടാലൻസ് അവർക്കുണ്ട്, മികച്ച ഇൻഡിവിജ്വൽ പ്ലെയേഴ്സ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഒരാളെ മാത്രം ഫോക്കസ് ചെയ്ത് ഞങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല, കാരണം ഹോൾ ടീമിനെ ഞങ്ങളെ ഹേർട്ട് ചെയ്യാൻ പറ്റും. സോ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ലമീൻ, ഇറ്റ്സ് ഓൾ ഓഫ് സ്പെയിൻ എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. യമാൽ മാത്രമല്ല സ്പെയിൻ എന്ന് വളരെ കൃത്യമായിട്ട് കൊനാട്ടെ പറഞ്ഞു വെക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.